إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഖുർആൻ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരപ്പെടുത്തി പറഞ്ഞ, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ നാവിലൂടെ നമുക്ക് അറിയിച്ചു തന്ന കാര്യമാണ് ഖബർ ശിക്ഷ ഉണ്ട് എന്നുള്ളത്. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തെല്ലാം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലേറ്റവും മുഖ്യമായത് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ കാരണമായ പാപങ്ങളിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കലാണ്. അതോടൊപ്പം ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ പ്രത്യേകം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അത്തരം ചില കാര്യങ്ങളെ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, അതിൽ ഒന്നാമത്തേത് ഏത് കാര്യത്തിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കുന്ന തൗഹീദ് തന്നെയാകുന്നു. ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യം അഥവാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ആ സാക്ഷ്യവചനം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത്. എന്താണ് പ്രിയപ്പെട്ടവരെ തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകവും അതിലെ സകലതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് യഥാർത്ഥത്തിൽ ആരാധനക്കർഹനെന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ റസൂലാണെന്നും അംഗീകരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറയുന്നത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് വിശ്വസിക്കൽ, അതാണ് യഥാർത്ഥത്തിൽ തൗഹീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് പഠിക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അല്ലാഹു പറയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലയോ റസൂലേ, അങ്ങ് അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാകുന്നു ആരാധനക്കർഹനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നത് റസൂൽ ഹിജ്റ പോയി മദീനയിൽ എത്തിയതിനു ശേഷമാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ അങ്ങേയറ്റം മുൻപന്തിയിൽ തൗഹീദിന്റെ ദഅവത്ത് നടത്തിയതിന്റെ പേരിൽ അങ്ങേയറ്റം പ്രയാസപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയത്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് അറിയണം, അല്ലാഹു മാത്രമാകുന്നു ആരാധനക്കർഹൻ എന്നുള്ളത്. സഹോദരങ്ങളെ, ഒരാൾ ഈ ഷഹാദത്ത് പറയുന്നതോടുകൂടിയാണ് ഇസ്ലാമിന്റെ വൃത്തത്തിലേക്ക് കടക്കുന്നത്. അതിനുശേഷം തൗഹീദും സുന്നത്തും അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തൽ അവന്റെ ബാധ്യതയാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്
എല്ലാ നിലക്കുമുള്ള ആരാധനകൾ അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് അവനെ ഏകനാക്കലാണ് തൗഹീദ്. ഈ തൗഹീദ് പ്രാവർത്തികമാക്കുന്നതോടെ അടിമയുടെ നമസ്കാരവും പ്രാർത്ഥനയും നേർച്ചകളുമെല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ നൽകപ്പെടാവൂ. ഇനി സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം ഇത്തിബാഅ്. എന്താണ് ഇത്തിബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ മുഹമ്മദുൻ റസൂലുള്ളാഹ്, എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുന്ന് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായും വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം. അത് അംഗീകരിക്കുന്നുവെന്നും അത് ഞാൻ എന്റെ ജീവിതത്തിൽ തെളിയിക്കുമെന്നുമാണ് ഷഹാദത്തിലൂടെ ഓരോരുത്തരും പ്രഖ്യാപിക്കുന്നത്. അപ്രകാരം തൗഹീദും സുന്നത്തും അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ രക്ഷ നൽകും. മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഇദാ ഖുബിറൽ മയ്യിത്ത് അതാഹു മലകാനി അസ്വദാനി അസ്റഖാൻ. സഹോദരങ്ങളെ, നമ്മളെ ഭയപ്പെടുത്തേണ്ട ഒരു ഹദീസാണിത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ പറഞ്ഞതായിക്കൊണ്ട്, അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്താണ് സഹോദരങ്ങളെ, ഇതാ ഒരാളെ ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അഥവാ ഇരുണ്ട നിറമുള്ള, കറുത്ത നിറമുള്ള, കണ്ണ് നീലവർണ്ണമായിട്ടുള്ള രണ്ട് മലക്കുകൾ വരും. യുഖാലു ലിഅഹദിഹിമാ അൽ മുൻകർ വൽ ആഖറു അൻ നകീർ. അൽ മുൻകർ അൻ നകീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ വരും. ഫയഖൂലാനി മാ കുൻത തഖൂലു ഫീ ഹാദാ റജുൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഈ ഖബറിൽ വെച്ച ആളോട് ചോദിക്കും, എന്താണ് ഇയാളെ പറ്റി അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പറ്റി നിങ്ങളുടെ വിശ്വാസം എന്താണ് എന്ന് പറയുമ്പോൾ ആ ഖബറിൽ വെക്കപ്പെട്ടയാൾ മുഅ്മിനാണെങ്കിൽ അവർ മറുപടി പറയുമെന്നാണ്, ഫയഖൂലു മാ കാന യഖൂലുഹു അബ്ദുല്ലാഹ് വറസൂലുഹു. ഇത് അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ് എന്ന് മുഅ്മിൻ പറയുമെന്നാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമെന്നാണ്. ഫയഖൂലാനി ഖദ് കുന്നാ നഅലമു അന്നക തഖൂലു ഹാദാ. നമുക്കറിയാം നീ ഇതായിരുന്നു പറഞ്ഞതെന്ന്. എന്നിട്ട് സുമ്മ യുഫ്സഹു ലഹു ഫീ ഖബ്രിഹി 70 ദിറാഅ. പിന്നീട് 70 മുളത്തോളം അവന്റെ ഖബർ അവന് വിശാലമാക്കപ്പെടും. അവന്റെ ഖബർ ഒരു മുഅ്മിന് 70 മുഴത്തോളം അവന് വിശാലമാക്കപ്പെടും. പിന്നീട് സഹോദരങ്ങളെ, ഫയഖൂലു, ആ ഖബറിലുള്ളയാൾ പറയുമെന്നാണ്, അർജിഉ ഇലാ അഹ്ലി ഫഉഖ്ബിർഹും. എനിക്ക് എന്റെ കുടുംബക്കാരുടെ അടുക്കലേക്ക് പോയി ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ നിങ്ങൾ അനുമതി നൽകണമെന്ന ഖബറിലുള്ളയാൾ പറയുമെന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, ആ മലായികത്തുകൾ പറയുന്ന വാക്കുണ്ട്, നം കനൗമത്തിൽ അറൂസിൽ ലദീ ലാ യൂഖിദുഹു ഇല്ലാ അഹബ്ബു അഹ്ലിഹി ഇലൈഹി. എന്താണ് സഹോദരങ്ങളെ അത്? ആ മലക്കുകൾ പറയുമെന്നാണ്, നീ ഉറങ്ങിക്കൊള്ളുക. എങ്ങനെയുള്ള ഉറക്കാണ്? ഒരു പുതുമണവാളൻ അവന്റെ ആദ്യ രാത്രിയിൽ എങ്ങനെയായിരിക്കുമോ ഉറങ്ങുന്നത് അതുപോലെ നീ ഉറങ്ങിക്കൊള്ളുക എന്ന് പറയും. നോക്കൂ സഹോദരങ്ങളെ, അന്നേ ദിവസം ഒരു പ്രയാസമില്ലാത്ത ഉറക്കായിരിക്കും ഒരു പുതുമാരന്റേത്. അതുപോലെ നീ ഉറങ്ങിക്കൊള്ളുക എന്ന് പറയുമെന്നാണ്. സഹോദരങ്ങളെ, ഹത്താ യബ്അസഹു അല്ലാഹു മിൻ മൽജഇഹി ദാലിക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ ആ രൂപത്തിലായിരിക്കും അവൻ ഉറങ്ങുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനിനെ കുറിച്ച് പറയുകയാണ്. വ ഇൻ കാന മുനാഫിഖാ, ഇനി ഒരു മുനാഫിഖാണെങ്കിൽ ഹൃദയത്തിൽ കുഫർ ഒളിപ്പിച്ചു വെക്കുകയും പുറത്തേക്ക് ഇസ്ലാം നടിക്കുകയും ചെയ്ത ആളുടെ മയ്യത്താണ് എങ്കിൽ എന്താണ് അവൻ പറയുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവനോട് പറയപ്പെടും, അവനോട് ചോദിക്കപ്പെടും, ഖാല സമിഅ്തു الناس يقولون فقلت مثله لا ادري. ജനങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട്, ഏതാണ് ഇദ്ദേഹമെന്ന് നമുക്കറിയില്ല എന്ന് പറയുമ്പോൾ ഫയഖൂലാനി ഖദ് കുന്നാ നഅലമു അന്നക തഖൂലു ദാലിക്. നീ ഇതാണ് പറയുക എന്ന് നമുക്കറിയാമെന്ന് ആ മലായികത്തുകൾ പറയും. പിന്നീട് സഹോദരങ്ങളെ, എന്താണ് പിന്നീട് സംഭവിക്കുക? ഫയുഖാലു ലിൽ അർളിൽ തഇമി അലൈഹി ഫതൽതഇമു. എന്താണ് സഹോദരങ്ങളെ, ആ ഭൂമിയുണ്ടല്ലോ, അഥവാ ഖബർ, അത് ഇടുക്കപ്പെടാൻ വേണ്ടി ഖബറിനോട് പറയപ്പെടും. അഥവാ ഖബർ ഇടുക്കപ്പെടാൻ വേണ്ടി അതിനോട് പറയപ്പെടും. ഫതഖ്തലിഫു ഫീഹാ അദ്ലാഉഹു ഫലാ യസാലു ഫീഹാ മുഅസ്സിബൻ ഹത്താ യബ്അസഹു അല്ലാഹു മിൻ മൽജഇഹി ദാലിക്. നോക്കൂ സഹോദരങ്ങളെ, എന്താണ് ഉണ്ടാവുക? ആ ഖബർ ഇടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യന്റെ എല്ലുകൾ കൂടി പിണരും.
അതങ്ങനെ തന്നെ അവനെ ഏത് നാൾ വരെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ ആ അവസ്ഥയിൽ തന്നെ ആയിരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ഒരു എല്ല് പൊട്ടിയാൽ തന്നെ അതിന്റെ വേദന സഹിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ എല്ലാ എല്ലുകളും കൂടി പിണരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യം ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിലേ നമുക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ടാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കണം, എങ്കിലേ നമുക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ടാവുകയുള്ളൂ. ഇതാ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദാ ഉഖഇദൽ മുഅ്മിനു ഫീ ഖബ്രിഹി ഉതിയ, ഇതാ ഖബറിലേക്ക് ഒരുവനെ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ മലക്കുകൾ വരും. ثم شهد أن لا إله إلا الله وأن محمد رسول الله فذلك قوله يثبت الله الذين آمنوا بالقول الثابت. ഒരു മുഅ്മിനാണ് അവിടെ വെക്കപ്പെട്ടതെങ്കിൽ അവൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാക്കുകൊണ്ട് അവരെ സ്ഥൈര്യത്തോടു കൂടി നിർത്തുമെന്നാണ് മഹാനായ മുഫസ്സിരീങ്ങൾ പറഞ്ഞതായി കാണാം. ഈ ഒരായത്ത് ഇറങ്ങിയത് തന്നെ ഖബർ ശിക്ഷയുടെ വിഷയത്തിലാണ്. എന്താണ് സഹോദരങ്ങളെ അൽ ഖൗലു സാബിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെന്ന് പല മുഫസ്സിരീങ്ങളും പറഞ്ഞതായി കാണാം. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾ മുസ്ലിം സമുദായത്തിൽ ജനിച്ച് 5 നേരം നിസ്കരിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല അവനിൽ ഖബറിൽ രക്ഷയുണ്ടാവുകയുമില്ല. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ അംഗീകരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക, അവന്റെ എല്ലാവിധ നേർച്ചകളും എല്ലാവിധ ആരാധനകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമായിരിക്കണം. വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഉച്ചരിച്ചത് കൊണ്ട് കാര്യമില്ല. അതുമാത്രമല്ല സഹോദരങ്ങളെ, ഇപ്രകാരം തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ഉണ്ടാകണം. ഇല്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ നിന്ന് അവരെ വെറുതെ വിടുകയില്ല. അഥവാ അവന്റെ ജീവിതത്തിൽ എല്ലാവിധ തിന്മകളുമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യങ്ങൾ അവന്റെ ജീവിതത്തിലുണ്ട്. എല്ലാവിധ ബിദ്അത്തുകളും പുത്തനാചാരങ്ങളും അവന്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ അവൻ ഒരിക്കലും ഖബറിൽ രക്ഷയുണ്ടാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ രക്ഷാമാർഗം അത് തൗഹീദും സുന്നത്തും മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് സഹോദരങ്ങളെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അഥവാ നന്മകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞ കാര്യമാണ് ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മകളിൽ മുന്നേറണം, നിങ്ങൾ നന്മകളിൽ മുൻപന്തിയിൽ ഉണ്ടാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് പറയുകയാണ്. സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നവർക്ക് ഖബറിൽ സുരക്ഷിതത്വം ലഭിക്കുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്, മസലു ബിനി ആദമ വമാലിഹി വഅമലിഹി മസലു റജുലിൻ ലഹു സലാസതു അഖില്ലാ. ഒരു ആദമിന്റെ പുത്രനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്തും അതുപോലെ തന്നെ അവന്റെ അമലുകളും അതുപോലെ തന്നെ അവന്റെ മക്കളും അവന് ഉറ്റ കൂട്ടുകാരനെ പോലെയാണ്. എന്നിട്ട് സഹോദരങ്ങളെ, ഖാല ലഹു അഹദുഹും അന മഅക മാ ദുംത ഹയ്യ ഫഇദാ മുത്ത ഫലസ്ത മിന്നി വലാ അന മിൻക. എന്താണ് സഹോദരങ്ങളെ, അവൻ പറയുമെന്നാണ്, അഥവാ നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും, എന്നാൽ നീ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നിൽ പെട്ടവനല്ല, നീ എന്നിൽ പെട്ടവനല്ല എന്ന് പറയും. എന്താണ് സഹോദരങ്ങളെ അത്? ഫദാലിക മാലുഹു, അതവന്റെ സമ്പത്താണ്. അഥവാ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും നമ്മുടെ സമ്പത്ത്, എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് അത് മറ്റുള്ള ആളുകൾ വീതിച്ചെടുക്കും. ഇതാണ് യാഥാർത്ഥ്യം. പിന്നീട് വഖാല ആഖറു അന മഅക ഫഇദാ ബലഗ്ത ഇലാ ഖബ്രിക ഫലസ്ത മിന്നി വലസ്തു ലക് ഫദാലിക വലദു. നോക്കൂ സഹോദരങ്ങളെ, അടുത്തയാൾ പറയുന്ന കാര്യം എന്താണ്? ഇതാ ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടാകും. ആരാണ് സഹോദരങ്ങളെ അത്? അത് നമ്മുടെ സന്താനങ്ങളാണ്. നോക്കണം സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മാറോട് ചേർത്ത് പിടിച്ച നമ്മുടെ മക്കൾ അവർ പറയുന്ന വാക്കെന്താണ്? നമ്മുടെ ജീവിതകാലത്തിൽ ഉപ്പ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും, ഉമ്മ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും. എന്നിട്ട് സഹോദരങ്ങളെ മരിച്ചു കഴിഞ്ഞാലോ ഫലസ്ത മിന്നി വലസ്തു ലക്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയില്ല, നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടാവുകയില്ല എന്ന് മക്കൾ പറയുമെന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, പല ആളുകളും ഹറാമായ ജീവിതം നയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ മക്കളായിരിക്കും. ഇതാണ് മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ.
മക്കളും ഇട്ടേച്ചു പോകും, അതുപോലെ തന്നെ സമ്പത്തും ഇട്ടേച്ചു പോകും. നമ്മുടെ കൂടെ ഉണ്ടാവുക ഒരേ ഒരാൾ മാത്രമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആരാണ് സഹോദരങ്ങളെ അത്? അന മഅക ഹയ്യൻ വമയ്യിത വദാലിക അമലുഹു. ആരാണത് സഹോദരങ്ങളെ? നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തിലും മരിച്ചു കഴിഞ്ഞാലും നമ്മോടൊപ്പം ഉണ്ടാവുക നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമൻ അമില സാലിഹൻ ഫലിഅൻഫുസിഹിം യംഹദൂന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലവനും സൽക്കർമ്മം ചെയ്യുന്ന പക്ഷം തങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അവൻ സൗകര്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു നമുക്ക് അറിയിച്ചു തരികയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ പണ്ഡിതൻ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, എന്താണത് സഹോദരങ്ങളെ? തീർച്ചയായും സാലിഹായ അമലുകൾ അതിന്റെ ഉടമസ്ഥന് ഖബറിൽ ഒരു വിരിപ്പായിരിക്കും, അഥവാ ശിക്ഷയിൽ നിന്ന് അവനൊരു വിരിപ്പായിരിക്കുമെന്ന് മഹാനായ പണ്ഡിതൻ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഖബറിലേക്ക് ഒരാൾ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ വയഅതീഹി റജുലുൻ ഹസനുൽ വജ്ഹി ഹസനുസ് സിയാബി തയ്യിബുർ റീഹ്. എന്താണ് സഹോദരങ്ങളെ? ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ വളരെ മനോഹരമായ മുഖമുള്ള, വളരെ അങ്ങേയറ്റം നല്ല മണമുള്ള ഒരാൾ വരും. എന്നിട്ട് ഫയഖൂലു അബ്ശിർ ബില്ലദീ യസുറുക്, നിന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം കൊണ്ട് നീ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറയും. ഹാദാ യൗമുക്കല്ലദീ കുൻത തുഅദ്, ഇതാ നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണിത് എന്ന് പറയും. ഫയഖൂലു ലഹു മൻ അൻത ഫവജ്ഹുകൽ വജ്ഹു യജീഉ ബിൽ ഖൈർ, ഖബറിലുള്ളയാൾ പറയുമെന്നാണ്, ഇതാ നീ ആരാണ്? നിന്നെ കാണുമ്പോൾ സന്തോഷ വാർത്തയും അല്ലെങ്കിൽ നന്മയായി വരുന്ന ഒരാളെ പോലെ ഉണ്ടല്ലോ. ഫയഖൂലു അന അമലുക സ്വാലിഹ്, അപ്പോൾ അത് പറയുമെന്നാണ്, നീ ചെയ്ത നന്മകളാണ്, നീ ചെയ്ത സൽപ്രവർത്തികളാണ് ഞാൻ എന്ന് പറയുമെന്നാണ്. അപ്പോൾ ഈ ഖബറിലുള്ളയാൾ പറയുമെന്നാണ്, റബ്ബി അഖിമിസ്സാഅ ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി, അല്ലാഹുവേ ഇപ്പോൾ തന്നെ ഖിയാമത്ത് നാൾ നീ സംഭവിപ്പിക്കണമേ, എനിക്ക് എന്റെ കുടുംബത്തിലേക്കും എന്റെ കുടുംബക്കാരിലേക്കും പോയിക്കൊണ്ട് എനിക്ക് സന്തോഷം ഉൾക്കൊള്ളണമെന്ന് ഒരു മുഅ്മിനായ വ്യക്തി, സൽക്കർമ്മങ്ങൾ ചെയ്ത വ്യക്തി പറയുമെന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് നന്മയുടെ അവസ്ഥ. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും, അവരെ ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ഇതാ നോക്കൂ, യുഅ്തർ റജുലു ഫീ ഖബ്രിഹി ഫഇദാ ഉതിയ മിൻ ഖിബലി റഅസിഹി ദഫഅത്ഹു തിലാവത്തുൽ ഖുർആൻ, അവൻ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് ഇതാ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അവനെ ശിക്ഷ പിടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവനെ ഖുർആൻ പാരായണം അത് തടയും. അതുപോലെ തന്നെ അവനെ മറ്റുള്ള ശിക്ഷകൾ പിടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ ഖുർആൻ പാരായണം ചെയ്യുന്നതാണെങ്കിൽ ആ ഖുർആൻ പാരായണം അവനെ തടയും. സ്വതക്കയും ഇങ്ങനെ തന്നെ, അവന്റെ കാൽഭാഗത്തുകൂടി ശിക്ഷ പിടിക്കപ്പെടാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഖുർആൻ പാരായണം, അതുപോലെ തന്നെ സ്വതക്ക, അവൻ ചെയ്ത സൽപ്രവൃത്തികൾ എല്ലാം തന്നെ അവനെ ശിക്ഷയിൽ നിന്ന് തടയുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സ്വതക്ക അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി കാണാം, ഇന്ന സ്വദഖത ലാ തുത്ഫിഉ അലാ അഹ്ലിഹാ ഹർറൽ ഖുബൂർ, ഇതാ സ്വതക്ക ചെയ്യുന്ന വ്യക്തിക്ക് ഖബറിൽ അവന്റെ ആ ചൂടുണ്ടല്ലോ അത് ഇല്ലാതാക്കി കളയും, കെടുത്തിക്കളയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടുന്ന് തുടർന്ന് പറയുകയാണ്, വ ഇന്നമാ യസ്തസില്ലുൽ മുഅ്മിനു യൗമൽ ഖിയാമത്തി ഫീ സില്ലി സദഖ, ഒരു മുഅ്മിൻ അവൻ കൊടുത്ത സദഖയുടെ തണലിലായിരിക്കും ഖിയാമത്ത് നാളിലെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതാണ് സഹോദരങ്ങളെ രണ്ടാമത്തെ മാർഗം, അഥവാ ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ നമ്മെ സഹായിക്കുന്ന രണ്ടാമത്തെ കാര്യം സൽക്കർമ്മങ്ങൾ അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വമാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ രക്തസാക്ഷിത്വം വഹിക്കുക എന്നുള്ളത് ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ലിശ്ശഹീദി ഇൻദല്ലാഹി സിത്തു ഖിസാലിൻ യുഗ്ഫറു ലഹു ഫീ അവ്വലി ദഫഅത്തിൻ മിൻ ദമിഹി വയുറാ മഖ്അദുഹു മിനൽ ജന്ന വയുജാറു മിൻ അദാബിൽ ഖബർ വയഅമനു മിനൽ ഫസഇൽ അക്ബർ വയുഹല്ല ഹുല്ലത്തൽ ഈമാനി വയുസവ്വജു മിനൽ ഹൂറിൽ ഐൻ. സഹോദരങ്ങളെ നോക്കൂ, ഒരു മുഅ്മിൻ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചു കഴിഞ്ഞാൽ അവന്റെ ഒന്നാമത്തെ രക്തം ഇറ്റുമ്പോൾ തന്നെ അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അതുമാത്രമാണോ, അവന് ഈമാനിന്റെ പുടവ അത് ധരിപ്പിക്കപ്പെടും. അതുപോലെ തന്നെ ഹൂറുൽ ഐനുകളിൽ നിന്ന് അവന് വിവാഹം ചെയ്യപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. സഹോദരങ്ങളെ,
അഞ്ചാമത്തെ കാര്യമെന്നുള്ളത്, നമ്മളെ ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷിക്കുന്ന അഞ്ചാമത്തെ കാര്യമെന്നുള്ളത് വയറ് സംബന്ധമായ അസുഖം കാരണം മരണപ്പെടലാണ്. പലർക്കും പുതിയതായ ഒരു അറിവായിരിക്കാം ഒരുപക്ഷെ ഇത്. വയറുമായി ബന്ധപ്പെട്ട അസുഖം കാരണം ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു യസാർ പറയുകയാണ്. അദ്ദേഹം പറയുകയാണ്, കുൻതു ജാലിസൻ മഅ സുലൈമാൻ ഇബ്നു സറുദ് വഖാലിദ് ഇബ്നു ഉർഫുത വഹുമാ യുരീദാനി അൻ യത്ബഅ ജനാസത മബ്തൂൻ. അവർ ഇരുവരും ഒരു വയറ് സംബന്ധമായി മരണപ്പെട്ട ഒരാളുടെ ജനാസയിൽ ഇങ്ങനെ പങ്കെടുക്കുകയായിരുന്നു. فقال احدهما لصاحبه الم تقل رسول الله صلى الله عليه وسلم من يقتله بطنه فلن يعذب في قبره فقال بلى. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അഥവാ ആരുടെയെങ്കിലും വയറ് സംബന്ധമായി ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി എന്താണ്? ബല, അതെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ്. അഥവാ വയറ് സംബന്ധമായ രോഗങ്ങളായി മരണപ്പെട്ടു കഴിഞ്ഞാലും ഖബറിൽ നിന്ന് രക്ഷയുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി പല സഹാബിമാരും നമുക്ക് അറിയിച്ചു തരികയാണ്. ആറാമത്തെ കാര്യം സഹോദരങ്ങളെ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. എളുപ്പമുള്ള കാര്യമാണ്, വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇതാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, സൂറത്തു തബാറക ഹിയൽ മാനിഅതു മിൻ അദാബിൽ ഖബർ. ഇതാ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് പറയുന്ന ഈ സൂറത്തുണ്ടല്ലോ, അത് ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, മൻ ഖറഅ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് കുല്ല ലൈലത്തിൻ മനഅഹു അല്ലാഹു അസ്സ വജല്ല ബിഹാ മിൻ അദാബിൽ ഖബർ. ഇതാ ആരെങ്കിലും എല്ലാ രാത്രിയിലും തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന സൂറത്ത് പാരായണം ചെയ്യുന്നുവോ അവന് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ടാകുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, നമ്മൾ ഈ സൂറത്തിനെ വിളിക്കാറുണ്ടായത് തന്നെ അൽ മാനിഅ എന്നായിരുന്നു, അഥവാ ഖബർ ശിക്ഷയെ തടയുന്ന സൂറത്ത് എന്ന് അവിടുന്ന് പറയുകയാണ്. ഇതാണ് സഹോദരങ്ങളെ ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെള്ളിയാഴ്ച ദിവസം മരണപ്പെട്ടാൽ ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തൽ ജുമുഅ ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നത്തൽ ഖബർ. എന്താണ് സഹോദരങ്ങളെ, ആരെങ്കിലും വെള്ളിയാഴ്ച രാത്രിയിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയിലോ മരണപ്പെടുകയാണെങ്കിൽ അവന് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. ഇതിനർത്ഥം എല്ലാവരും വ്യാഴാഴ്ച രാത്രി അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രിയിൽ മരിക്കണമെന്നാണ്? ഒരിക്കലുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കണം, അഥവാ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മരിക്കപ്പെടാൻ അല്ലെങ്കിൽ നമ്മളെ മരിപ്പിക്കണമേ എന്ന് അള്ളാഹുവോട് നമ്മൾ ചോദിക്കണം. ഇതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ അന്നേ രാത്രിയിൽ ചില ശിയാക്കളെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നതായി കാണാം ഇതുപോലുള്ള കാര്യങ്ങൾ. അത് തികച്ചും തെറ്റാണ്. മറിച്ച് അള്ളാഹുവോട് നമുക്ക് ഇതുപോലുള്ള മരണങ്ങൾ, നല്ല നല്ല മരണങ്ങൾ അത് ചോദിക്കണമെന്നാണ് നമ്മുടെ ഓരോ ആളുകളുടെ മേലും ബാധ്യതയായിട്ടുള്ള കാര്യം. സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം ഇതുപോലുള്ള കാര്യങ്ങൾക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد. സഹോദരങ്ങളെ, അടുത്തതായി നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്നത്. അഥവാ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും പല ആളുകളും വീഴ്ച വരുത്തിയ ഒരു കാര്യമാണത്. എന്താണത് സഹോദരങ്ങളെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ഓർക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഇബാദത്താണ്. അല്ലാഹു പറഞ്ഞില്ലേ, വലദിക്റുല്ലാഹി അക്ബർ. തീർച്ചയായും അല്ലാഹുവെ ഓർമ്മിക്കുക എന്നുള്ളത് ഏറ്റവും മഹത്തായ കാര്യം തന്നെയാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. നോക്കൂ സഹോദരങ്ങൾ, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇബാദത്താണ് അദ്കാറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുക എന്നുള്ളത് ഏറ്റവും നന്നായി ഓർക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യം അത് ഖുർആൻ പാരായണമാണ്.
നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്, നമ്മൾ എത്ര ദിവസമായിട്ടുണ്ടാവും ഖുർആൻ പാരായണം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. പല ആളുകളും ഒരുപക്ഷെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഓതി ഇന്ന് ഓതിയ ആളുകൾ ഉണ്ടായേക്കാം. മറ്റു ചില ആളുകൾ റമളാനിൽ പൂട്ടിവെച്ച് പിന്നീട് ഇനി തുറക്കാൻ പോകുന്നത് അടുത്ത റമളാനിലായിരിക്കാം. ഇതുപോലെയാകാൻ പാടില്ല സഹോദരങ്ങളെ. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഖലീലു മിൻ ഇബാദിയ ശകൂർ, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ ധാരാളമായി എന്നോട് നന്ദി കാണിക്കുന്ന ആളുകൾ വളരെ വിരളം മാത്രമാണെന്ന് അല്ലാഹു പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ്. എന്ത് പ്രയാസമാണ് സഹോദരങ്ങളെ നമുക്ക് അദ്കാറുകൾ ചെല്ലാനുള്ളത്. ഒരു പ്രയാസവുമില്ല, അതിന് പ്രത്യേകിച്ച് വുളൂഇന്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ പ്രത്യേകമായ സ്ഥലത്തിന്റെ ആവശ്യവുമില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ, ഷേഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, അദ്ദേഹത്തിനെ പോലെയുള്ള പണ്ഡിതന്മാരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അറബികൾ പൊതുവെ ധരിക്കുന്ന ഒരു ശിമാഗുണ്ട്, അഥവാ തട്ടമുണ്ട്. അദ്ദേഹം ബാത്റൂമിലേക്ക് പോകുമ്പോൾ ആ തട്ടം വായിലേക്ക് തിരുകുമെന്നാണ്. എന്താണ് കാരണം? ആ സന്ദർഭത്തിൽ പോലും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുമോ എന്ന് പേടിച്ചുകൊണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അദ്ദേഹത്തെ പറ്റി മഹാനായ പണ്ഡിതൻ ഹിശാം അത്താഹിരി ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഓരോ ഉരുള ഭക്ഷിക്കുമ്പോഴും അദ്ദേഹം 4 or 5 തവണ അള്ളാഹുവിനെ സ്തുതിക്കുമെന്നാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, ഇങ്ങനെയായിരുന്നു പണ്ഡിതന്മാർ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, എന്താണത്? അള്ളാഹുവിന്റെ റസൂൽ, ഇതാ ഇസ്ലാമിന്റെ നിയമങ്ങൾ ധാരാളമായി വർദ്ധിച്ചിരിക്കുകയാണ്, എനിക്ക് മുറുകെ പിടിക്കാൻ സാധിക്കുന്ന ഒരു അമൽ അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് അറിയിച്ചു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി എന്താണ്? നിന്റെ നാവ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതായി പച്ചപിടിച്ചതായിരിക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. നോക്കൂ സഹോദരങ്ങൾ, നമുക്ക് എത്ര ഒഴിവു സമയങ്ങളുണ്ട്, നമുക്ക് എത്രയെത്ര സമയങ്ങളാണുള്ളത്. ആ സമയത്ത് അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറയാൻ എന്ത് തടസ്സമാണ് നമുക്കുള്ളത്? നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക, ഇതാ നമ്മൾ ഈ സമയം വരെ ആയിട്ട് അള്ളാഹുവിനോട് ഒരു ഹംദിന്റെ വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന് വേണ്ടി നമ്മൾ സ്തുതിയുടെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? നോക്കൂ സഹോദരങ്ങൾ, ഈ സമയം വരെ അള്ളാഹുവിന്റെ നിഅമത്തുകളിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇത് നമ്മുടെ ശരീരത്തിന് ഒരു പ്രയാസവുമില്ല, നമുക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. പക്ഷെ നമ്മുടെ അടുത്ത് നിന്ന് അള്ളാഹുവിന് വേണ്ടി ഒരു അൽഹംദുലില്ലാഹ്, അഥവാ നമുക്ക് വേണ്ടി തന്നെ അള്ളാഹുവിനോട് നന്ദിയുള്ള ഒരു അടിമയാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പറയുന്ന ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സഹോദരങ്ങളെ. അത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മുഖേന നമുക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അള്ളാഹു തന്നെ പറയുകയാണ്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. അള്ളാഹുവിനെ സ്മരിക്കാതെ ജീവിക്കുന്നവർക്ക് ഖബറിൽ ശിക്ഷയുണ്ടായിരിക്കുമെന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും പറഞ്ഞതായി കാണാം. എന്താണ് സഹോദരങ്ങൾ ഈ ആയത്തിന്റെ അർത്ഥം? ആരാണോ എന്റെ ഉത്ബോധനത്തെ തൊട്ട് തിരിഞ്ഞു കളയുന്നത് അവനെ നാം ഖിയാമത്ത് നാളിൽ ആരുടെ കൂടെയാണ് സഹോദരങ്ങളെ ഒരുമിച്ച് കൂട്ടുക? അന്ധനായ ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നത് പോലെ അവരെ ഒരുമിച്ച് കൂട്ടുമെന്നാണ്. അവർ പറയുമെന്നാണ്, ഞാൻ അള്ളാഹുവേ അന്ധനായിരുന്നില്ലല്ലോ ദുനിയാവിൽ, എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയതെന്ന് പറയുമ്പോൾ എന്നിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞത് കൊണ്ടാണ് എന്ന് അള്ളാഹു പറയുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവെ ധാരാളമായി സ്മരിക്കണം. നമുക്ക് എളുപ്പമുള്ള കാര്യമാണ്, നമ്മുടെ നാവ് കൊണ്ട് ചലിപ്പിക്കാൻ എളുപ്പത്തിൽ കഴിയുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ. ഇതാ 2 വാക്കുകൾ, വളരെ ലഘുവായ വാക്കുകളാണത്. അത് ലഘുവായത് കൊണ്ട് തന്നെ അതിന്റെ പ്രത്യേകത എന്താണ്? ലഘുവാണെന്ന് കരുതി ചെറിയതാണോ? സഖീലതാനി ഫിൽ മീസാൻ. തീർച്ചയായും മീസാനിന്റെ തട്ടിൽ അത് വളരെയധികം കനം തൂകുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ഹബീബതാനി ഇല റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട വാക്കാണത്. എന്താണ് സഹോദരങ്ങളെ അത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. എത്ര എളുപ്പത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയം നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. അവസാനത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവോട് സഹായം ചോദിക്കുക എന്നുള്ളതാണ്. ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവോട് സഹായം ചോദിക്കുക എന്നുള്ളതാണ്. കാരണം സഹോദരങ്ങളെ, ഖുർആനും സുന്നത്തും കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് ഖബർ ശിക്ഷ ഉണ്ട് എന്നുള്ളത്. നമുക്കൊക്കെ എന്തോ വലിയ ഗ്യാരണ്ടി ഉള്ളത് പോലെയാണ് നമ്മളൊക്കെ രക്ഷപ്പെടുമെന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എന്താണ് അള്ളാഹുവോട് ഖബർ ശിക്ഷയെ തൊട്ട് ചോദിക്കാറുണ്ട് എന്നാണ്, എന്നെ രക്ഷിക്കണമേ എന്നുള്ളത് അല്ലേ സഹോദരങ്ങളെ? നിസ്കാരത്തിന്റെ അവസാനത്തിൽ നമ്മൾ ഓരോ ആളുകളും പറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദാ ഫറഗ അഹദുകും മിനത്ത് തശഹുദിൽ അഖീരി ഫല്യതഅവ്വസ് ബില്ലാഹി മിൻ 4 കാര്യങ്ങളിൽ നിന്ന് തശഹുദുൽ അഖീറിൽ അഥവാ നിസ്കാരത്തിന്റെ അവസാനത്തിൽ
നിങ്ങൾ 4 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ ചോദിക്കണം. അതിലൊന്നെന്താണ് സഹോദരങ്ങളെ? അദാബുൽ ഖബറാണ്, ഖബർ ശിക്ഷയിൽ നിന്നാണ്. അതുകൊണ്ട് ധാരാളമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം. കാരണം അള്ളാഹുവോട് ചോദിച്ചാൽ അള്ളാഹു നൽകുമെന്ന വിഷയത്തിൽ നമുക്ക് ഒരു പ്രയാസവും വേണ്ട, ഒരു സംശയവും വേണ്ട. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഭിക്കുകയില്ല എന്ന് എനിക്ക് പേടിയില്ല, മറിച്ച് എനിക്കുള്ള പേടി അള്ളാഹുവോട് ചോദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എത്ര മനോഹരമായ വാക്കാണത്. നമ്മളിത് നിസ്കാരത്തിന് വേണ്ടി വളരെയധികം നേരത്തെ തന്നെ വരുന്ന ആളുകളായിരിക്കാം. പക്ഷേ ഒരു തവണ പോലും അള്ളാഹുലേക്ക് നമ്മുടെ കരങ്ങൾ ഉയരുന്നില്ല എങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധയിലാണോ എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. കാരണം സഹോദരങ്ങളെ, ഖബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നതായി കാണാം. അദ്ദേഹം ഒരു ഖബറിന്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ താടിരോമം നനയുമാർ അദ്ദേഹം കരയാറുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം താടിരോമം നനയുമാർ കരയാറുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, അല്ലയോ ഉസ്മാൻ, അങ്ങ് നരകത്തെ പറ്റി പറയപ്പെട്ടാലും അതുപോലെ തന്നെ സ്വർഗത്തെ പറ്റി പറയപ്പെട്ടാലും കരയാറില്ലാലോ, വതബ്കി മിൻ ഹാദാ, നിങ്ങൾ ഇതിനെ തൊട്ട് കരയുകയാണോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താണത് സഹോദരങ്ങളെ? 10 സഹാബിമാരുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 10 ആളുകളും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിമാരാണ്. അതിലൊരാളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരയുകയാണ്. എന്ത് പറഞ്ഞിട്ടാണ് കരയുന്നത്? ഇതാ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാൾ ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആരെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവന് ഇനി ഖിയാമത്ത് നാളിലും രക്ഷയായിരിക്കും ഉണ്ടാവുക. ഇനി ആരെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ അതിനുശേഷം വരുന്ന കാര്യം വളരെ കഠിനമായതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ താടിരോമം നനയുമാറ് കരയുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവോട് നമ്മൾ കരഞ്ഞുകൊണ്ട് ചോദിക്കണം, അള്ളാഹുവേ നമ്മെ എല്ലാവരെയും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമേ. സഹോദരങ്ങളെ, അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പണ്ഡിതന്മാരുടെ വിടവാങ്ങൽ. ഇതാ തൊട്ട് മുന്നേയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ദിവസത്തിൽ മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി റഹിമഹുല്ലാഹ് നമ്മോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പണ്ഡിതന്മാരുടെ വിടവാങ്ങൽ എന്നുള്ളത് അഥവാ ധാരാളമായി പണ്ഡിതന്മാർ പോവുക എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ അടയാളമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അതുപോലെ തന്നെ ജഹല്, വിവരമില്ലായ്മ അധികമാവുക എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അറിവ് പഠിക്കുക. ഇങ്ങനെയുള്ള ആളുകൾ മരണപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് അവരുടെ അടുക്കൽ നിന്ന് നമ്മൾ അറിവ് നേടാൻ ഞാനും നിങ്ങളും അങ്ങേയറ്റം പരിശ്രമിക്കണം. കാരണം നമ്മളെ നാളെ രക്ഷപ്പെടുത്തുക അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവുകളാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവുകളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم إنا نسألك الجنة. اللهم إنا نسألك الجنة. اللهم إنا نسألك الجنة. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.